സർ, ആലപ്പുഴയിൽ ജി സുധാകരനെതിരായ സിപിഎമ്മിന്റെ തന്നെ പ്രതിഷേധം കനക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. നവനീതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കാലത്ത് പരാതികളും സങ്കടങ്ങളും ബോധിപ്പിക്കാനെത്തിയ അതേ പാർട്ടി പ്രവർത്തകർ ഇന്ന് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെയായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടത്. എന്തുകൊണ്ടായിരിക്കാം സിപിഎം ഇത്രയേറെ സുധാകരനെ അതിവൈകാരികമായി ആക്രമിക്കുന്നത്? സിപിഎമ്മിലെ തുടക്കം മുതൽ ഇന്ന് പിണറായി വിജയൻ മന്ത്രിസഭ വരെയുള്ള മൊത്തം മന്ത്രിസഭയിൽ ശുദ്ധനായ, സത്യസന്ധനായ, യാതൊരുവിധ കള്ളത്തരങ്ങളുമില്ലാത്ത ഒരൊറ്റ മന്ത്രിയേ ഉള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. അത് ജി സുധാകരനാണ്. ഈ കള്ളത്തരമില്ലാത്തതു കാരണം തന്നെയാണ് സുധാകരന് ആ പാർട്ടിയിൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായതും അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നല്ലതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ചില പ്രസ്താവനകളുടെ ഫലമായി അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനും പുറമെ അദ്ദേഹത്തിന് വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സിപിഎം. എന്തിനാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല എന്നാണ് സത്യം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അദ്ദേഹം എവിടെയും സ്ഥാനാർത്ഥി ആയിട്ടില്ല, ആവുമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നു, പ്രത്യേകിച്ച് സിപിഎം വിചാരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ആകുമെന്നൊക്കെ. പക്ഷെ ഇതൊന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.